നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു സ്പൈറൽ സ്റ്റെയർ സ്കെച്ചപ്പിൽ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ ലാർജ് ടൂൾ സെറ്റിൽ നിന്നിട്ട് ഇത് ചൂസ് ചെയ്യാണ്, സർക്കിൾ ചൂസ് ചെയ്യാണ്. ഓക്കെ, സർക്കിൾ ഞാൻ ഒരു 700 ആണ്, സെന്റിമീറ്ററിലാണ് ഞാൻ വരയ്ക്കുന്നത്. 700 അതിന്റെ ഡയമീറ്റർ ആയിട്ട് ഞാൻ വരച്ചു. ഓക്കെ, ദെൻ ലൈൻ ടൂൾ എടുത്തു, ഒരു ലൈൻ വരച്ചിട്ട് അതിന്റെ സെൻട്രൽ ലൈൻ ബേസ് ചെയ്തിട്ട് ഒരു ലൈൻ വരച്ചു. ഓക്കെ, നമുക്ക് ലൈൻ ടൂളിന്റെ ഷോർട്ട് കട്ട് അറിയാം, എല്ലാണ്. ദെൻ എന്തെടുക്കുകയാണ്, പ്രൊട്രാക്ടർ ടൂൾ എടുക്കുകയാണ്. ഓക്കെ, ആംഗിള് നമുക്ക് പ്രോപ്പറായിട്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, പ്രൊട്രാക്ടർ ടൂളാണ്. പ്രൊട്രാക്ടർ ടൂൾ എടുത്തു, ഞാൻ 22.5 ആംഗിൾ എടുത്തിട്ട് എന്ത് ചെയ്യണം, ഒരു ഗൈഡ് ലൈൻ വരച്ചു, മാർക്ക് ചെയ്തു. ദെൻ ഞാൻ ലൈൻ ടൂൾ എടുത്തിട്ട് എന്ത് ചെയ്യണം, അതിനെ വരച്ചു. ദെൻ ഗൈഡ് ലൈനിനെ ഡിലീറ്റ് ചെയ്യുകയാണ്. ആ വരച്ചിരിക്കുന്ന ആ ഒരു ആർക്കിനെ മാത്രം, ആ ഒരു സെഗ്മെന്റ് മാത്രം സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് എന്ത് ചെയ്യണം, കമ്പോണന്റ് ആക്കുകയാണ്. ഓക്കെ, കമ്പോണന്റ് ആക്കുന്ന പ്രത്യേകത എന്താണ്, നമ്മൾ ഒരു ഇതിൽ ചേഞ്ച് വരുത്തിക്കഴിഞ്ഞാൽ എൻ്റെ ആയിട്ടുള്ള അതിന്റെ കോപ്പീസ് എല്ലാം എന്താവും, ചേഞ്ച് ആവും. സോ സെലക്ട് ചെയ്തു, നമുക്ക് കമ്പോണന്റ് ആക്കിയിട്ട് തന്നെ അതിനെ ഇനി എഡിറ്റ് ചെയ്യണമെങ്കിൽ കമ്പോണന്റ് ആക്കി വെച്ചിട്ട് റൈറ്റ് ക്ലിക്ക് കൊടുത്തിട്ട് അത് സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് കൊടുത്തിട്ട് എന്ത് കൊടുക്കാം, എഡിറ്റ് കമ്പോണന്റ് കൊടുക്കുക, അല്ലെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. then എന്ത് ചെയ്യണം, അത് ക്ലിക്ക് ചെയ്തു. ദെൻ ഫുൾ ടൂൾ എടുത്തിട്ട് 50 സെന്റിമീറ്റർ ഹൈറ്റിൽ, അതായത് ഒരു സ്റ്റെപ്പിന്റെ ഹൈറ്റ് എത്രയാണ്, റൈസ് എത്രയാണ്, 50 സെന്റിമീറ്ററിൽ. അപ്പൊ 50 സെന്റിമീറ്ററിൽ എന്ത് ചെയ്യണം, അതിനെ പുള്ള് ചെയ്യണം. വീണ്ടും ഒന്ന് സെലക്ട് ചെയ്തു. നമുക്കിനി എന്ത് ചെയ്യണം, ഈ ഒരു സർക്കിളിൽ എനിക്ക് 16 സർക്കിളിൽ ഞാൻ ഡിവൈഡ് ചെയ്യണം. അതായത് എന്റെ സ്പൈറൽ 16 ഞാൻ എന്ത് ചെയ്യണം, സ്പൈറൽ അല്ല, ഈ സർക്കിളിനെ 16 ഡിവൈഡ് ചെയ്തിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ എന്ത് ചെയ്യണം, റൊട്ടേറ്റ് ടൂൾ എടുത്തു, കോപ്പി കൊടുക്കാം. കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, റൊട്ടേറ്റ് ആൻഡ് കോപ്പി ആവാൻ വേണ്ടിയിട്ട് കൺട്രോൾ പ്രസ് ചെയ്താൽ മതി. കൺട്രോൾ പ്രസ് ജസ്റ്റ് സെലക്ട് ചെയ്യുക, ദെൻ എന്ത് ചെയ്യുക, അറേഞ്ച് ചെയ്യാം. അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, അതേപോലെ കോപ്പി ചെയ്തതിന് ശേഷം 16x എന്ന് ടൈപ്പ് ചെയ്യും. കണ്ടായിരുന്നോ, ക്രിയേറ്റ് ആയത് കണ്ടോ, പ്രോപ്പറായിട്ട് അറേ ആയത് കണ്ടോ. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇവിടെ വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യാം, ഇതില് നമുക്ക് അതിന്റെ മിഡായിട്ട് മിഡില് ഒരു തൂണ് വരത്തില്ലേ, ആ തൂണ് നമുക്ക് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ വരച്ചു കൊടുക്കാം. എങ്കിൽ പിന്നെ വേണമെങ്കിൽ നമുക്ക് വരയ്ക്കാവുന്നതാണ്. ഞാൻ എന്ത് ചെയ്യണം, ഇതിനെ മൂവ് ചെയ്ത്, എനിക്ക് ബിൽഡിങ്ങിന്റെ ഹൈറ്റ് 300 ആണ്. സോ ഞാൻ എന്ത് ചെയ്യണം, എനിക്ക് ഇതിൽ 300 എനിക്ക് ഈ സ്റ്റെയർ എത്തണം. സോ ഞാൻ എന്ത് ചെയ്യണം, ഇതുപോലത്തെ 15 300 15 ഡിവൈഡ് 20 ഇതുപോലത്തെ ഇതിനെ ഞാൻ എന്ത് ചെയ്യണം, എടുത്തു വെക്കുകയാണ്. മനസ്സിലായോ, 20 ചെയ്ത് കോപ്പി ചെയ്ത് സെലക്ട് ചെയ്യുക, മൂവ് ക്ലിക്ക് ചെയ്ത് കൺട്രോൾ പ്രസ് ചെയ്ത് മൂവ് ചെയ്ത് എന്ത് ചെയ്യണം, നമുക്ക് എന്ത് ചെയ്യണം, സെലക്ട് മൂവ് എടുക്കുക, കൺട്രോൾ പ്രസ് ചെയ്യുക, then 90x എൻ്റർ കൊടുക്കുക. കണ്ടായിരുന്നു. ദെൻ എന്ത് ചെയ്യണം, ഇത് ഓരോ സ്റ്റെയർ വെച്ചിട്ട് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക, ഡയറക്റ്റ് ഇതിലുള്ള. ഓക്കെ, സെലക്ട് ചെയ്യുമ്പോൾ അറിയാലോ, കൺട്രോൾ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം മൂവ് ടൂൾ എടുക്കുക, മൂവ് ചെയ്ത് വെക്കുക. ഓക്കെ, ബാലൻസ് ഉള്ളതിന് ഡിലീറ്റ് ചെയ്ത് കളയുക. ദെൻ സ്പൈറൽ ഷേപ്പ് റെഡി ആയത് കണ്ടോ. ഓക്കെ, ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ, ഇപ്പൊ ഞാൻ ഇവിടെ നിന്നിട്ട്
ടോപ്പിൽ വെച്ചിട്ട് ഒരു 50 സെന്റിമീറ്ററിന്റെ ദൂരം വരയ്ക്കുന്നു. ഒരു പില്ലർ, സോറി 50 സെന്റിമീറ്റർ അല്ല, 50 ഡയമീറ്ററിന്റെ ഇത് വരയ്ക്കുകയാണ്. ബേസിലേക്കാണ്. സർക്കിൾ വീണ്ടും കൊടുക്കുകയാണ്. ഇതിൽ വെച്ചിട്ട് ഈ സൈഡും കൂടെ ഡിലീറ്റ് ചെയ്യണം. ഓക്കെ, കണ്ടായിരുന്നോ? ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഓക്കെ, അതിനെ ഡിലീറ്റ് ചെയ്തു. ഓക്കെ, ജസ്റ്റ് ഇവിടെ കണക്ഷൻ വരുന്നത് എന്ത് ചെയ്യാണ്, ലൈൻ ഡിലീറ്റ് ചെയ്യും. ഓക്കെ, കണ്ടായിരുന്നോ? ഡിലീറ്റ് ചെയ്ത് ഇപ്പോൾ നല്ല തിക്കിലാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതനുസരിച്ച് ഇപ്പോൾ കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ ഗ്യാപ്പ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണെങ്കിൽ താഴ്ത്തി കൊടുത്തു കഴിഞ്ഞാൽ ഗ്യാപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിക്ക് കിട്ടും. ഇല്ല, ഇപ്പൊ ഞാനാണെങ്കിൽ ഇത് പരസ്പരം കണക്ട് ആയി പോകുന്ന രീതിയിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ഒരു ഗ്യാപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, -ഒരു 1.5 ചെറിയൊരു ഗ്യാപ്പ് പ്രൊവൈഡ് ചെയ്യുന്നു. താഴോട്ട് പുള്ള് ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്യാണ്, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ വരച്ചിരിക്കുന്ന പില്ലറിന്, അതായത് ഇവിടെ നമുക്ക് ഇനി ഒരു പില്ലർ വരത്തില്ല, ഇതിനെ പുഷ് ചെയ്ത് മുകളിലോട്ട് വയ്ക്കും. കണ്ടായിരുന്നോ 300-ന് ക്രിയേറ്റ് ആയതുണ്ടോ? ദെൻ എന്ത് ചെയ്യണം, എനിക്കിനി ഇവിടെ നമുക്കൊരു ഹാൻഡ് റെയിൽ പ്രൊവൈഡ് ചെയ്യണം. ഞാൻ എന്ത് ചെയ്യാണ്, ലൈൻ ടൂൾ എടുത്ത് കറക്റ്റ് അതായത് സെറ്റ് ഡയറക്ഷൻ വെച്ചിട്ട് 100-ൽ ഒരു ലൈൻ വരച്ചു. അതേപോലെ ഇതിനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ലൈൻ വരച്ചു. ദെൻ എന്ത് ചെയ്യാണ്, ഒരു സർക്കിള് ഒരു 5 സെന്റിമീറ്റർ സർക്കിൾ വരയ്ക്കുകയാണ്. ഇനി ഞാൻ എന്ത് ചെയ്യാണ്, നമ്മുടെ എല്ലാവർക്കും അറിയാവുന്ന ഒരു ടൂൾ ഉണ്ടല്ലോ, ഫോളോ മീ ടൂള്.
ജസ്റ്റ് അത് എടുക്കുക, നമ്മുടെ സർക്കിൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ലൈനിനനുസരിച്ച് ഈ സർക്കിളിനോട് ഞാൻ വരച്ചു കൊടുക്കും. കണ്ടായിരുന്നോ? ക്രിയേറ്റ് ആയത് കണ്ടോ? ക്ലിയർ ആയോ? അതായത് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ചെറുതായിട്ട് കട്ട് ചെയ്തു, എന്നിട്ട് 100ന് ഒരു ഇത് വരച്ചു. ദെൻ എന്ത് ചെയ്തു, നമ്മുടെ ഫോളോ മീ ലൈൻ എടുത്തു, 100 സെന്റിമീറ്ററിൽ ഒരു ഇസഡ് ഡയറക്ഷനിൽ ഒരു ലൈൻ വരച്ചു. ദെൻ അതിനെ കണക്ട് ചെയ്തിട്ട് ഫോളോ മീ ടൂൾ എടുത്ത് സർക്കിളിനെ ഇതും കൂടെ ഫോളോ അപ്പ് ചെയ്തു. കണ്ടായിരുന്നോ? ഒരു സ്പൈറൽ സ്റ്റെയർ കേസ് ക്രിയേറ്റ് ആയത് കണ്ടായിരുന്നോ?